തിരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരി കൊള്ളുമ്പോഴാണ് ബി.ജെ.പിയെ വെട്ടിലാക്കിയ ആനന്ദിന്റെ മരണമൊഴി. ബി.ജെ.പി നേതാക്കൾക്ക് മണ്ണ് മാഫിയ ബന്ധമുണ്ടെന്നതു മുതൽ ഭീഷണിയുടെ ഭീകരത വരെയുണ്ട് ആനന്ദിന്റെ അവസാന വാക്കുകളിൽ. ശക്തി കേന്ദ്രത്തിൽ ബി.ജെ.പി അടിമുടി ഉലഞ്ഞു. കേരളത്തിൽ ബി.ജെ.പിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം നേമം നിയോജക മണ്ഡലമാണ്. അങ്ങനെ ഒരു നിയോജക മണ്ഡലത്തിലെ ഒരു വാർഡിൽ സ്ഥാനാർത്ഥം നഷ്ടമായതിൻ്റെ പേരിൽ ഒരാൾ ആത്മഹത്യ ചെയ്യുമ്പോൾ അത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പിക്ക് ഉണ്ടാക്കാവുന്ന തിരിച്ചടി പാർട്ടി നേതൃത്വം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ആനന്ദിനെ തള്ളിപ്പറയുന്നത്. ബി.ജെ.പിയുടെ പ്രവർത്തകനായിട്ട് ആനന്ദ് പ്രവർത്തിച്ചിട്ടില്ല. RSSന്റെ പ്രവർത്തകനായിരുന്നു. കഴിഞ്ഞ 7-8 വർഷമായിട്ട് അദ്ദേഹം സജീവ പ്രവർത്തനം സംഘത്തിലുമില്ല. ഉറപ്പാണ്. ഇത് ഒരു വളരെ സങ്കടമായ ഒരു കാര്യമാണ്. എല്ലാവർക്കും വിഷമമുണ്ട്. പാനലിൽ ഇദ്ദേഹത്തിൻ്റെ പേരൊന്നും ഉണ്ടായിരുന്നില്ല. ഈ തലസ്ഥാന നഗരിയിലെ ചിന്തിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ബി.ജെ.പി അവരിനി അക്സെപ്റ്റ് ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. ബി.ജെ.പിയിൽ കൂട്ടാത്മഹത്യ നടന്നുകൊണ്ടിരിക്കുന്നുവെന്നും ബി.ജെ.പിയെ വികാരമായി കണ്ടവരെ പാർട്ടി തള്ളിയെന്നും കെ മുരളീധരൻ. ആത്മഹത്യ ചെയ്യാനുള്ളൊരു പ്രവണത അവർക്ക് ഉണ്ടാവാൻ കാരണം അവർക്ക് ആ പാർട്ടിയോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. എന്നാൽ പാർട്ടിയുടെ വഴിവഴച്ച പോക്കിൽ ദുഃഖമുണ്ട്. ഇപ്പോൾ അവർക്ക് നേരിടുന്നൊരു ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് പറയാൻ ആരുമില്ല. സഹകരണ സംഘം ക്രമക്കേടിൽ നേതാക്കളെ പ്രതിക്കൂട്ടിലാക്കി ബി.ജെ.പി കൗൺസിലർ തിരുമല അനിൽ ആത്മഹത്യ ചെയ്ത് 2 മാസം പിന്നിടുമ്പോഴാണ് കോർപ്പറേഷൻ പരിധിയിൽ മറ്റൊരു പ്രവർത്തകന്റെ ആത്മഹത്യ. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറായിരുന്ന തിരുമല അനിൽ, പിന്നാലെ ഇപ്പോൾ ആനന്ദ്. രണ്ടുപേരുടെയും മരണം തിരഞ്ഞെടുപ്പ് വിഷയമാകുമ്പോൾ ബി.ജെ.പി കടുത്ത പ്രതിരോധത്തിലാണ്. ബി.ജെ.പി RSS തലപ്പത്ത് മണ്ണുമാഫിയ പിടിമുറുക്കിയെന്നതടക്കം ആരോപണങ്ങളിൽ ബി.ജെ.പി നേതൃത്വത്തിന്റെ മൗനവും CPM-നും കോൺഗ്രസിനും രാഷ്ട്രീയ ആയുധമാണ്. മറികടക്കാൻ വെറും രാഷ്ട്രീയവാദങ്ങൾ കൊണ്ടാകില്ല. ജനങ്ങളെ, കുറഞ്ഞപക്ഷം ബി.ജെ.പി അനുഭാവികളെയെങ്കിലും ബോധ്യപ്പെടുത്തണം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.